നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയ്ക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന അപവാദ പ്രചാരണത്തിൽ കർശന നടപടിയുമായി പോലീസ്. കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. IT ആക്ട് പ്രകാരം തൃശൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയ്ക്കെതിരെ തുടർച്ചയായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന അപവാദ പ്രചരണത്തിനെതിരെ കർശന നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. അതിജീവിത കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതിവേഗ നടപടി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തി പരാമർശങ്ങൾ അടങ്ങുന്ന വീഡിയോ പ്രചരിപ്പിച്ച നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ അടക്കമുള്ളവർക്കെതിരെ IT ആക്ട് 67, 72, 75 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് നിലവിൽ കേസെടുത്തത്. ലൈംഗിക അധിക്ഷേപം, അപകീർത്തിപ്പെടുത്തൽ, ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിലൂടെയുള്ള അപവാദ പ്രചരണം തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്ക്, വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക്, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സർക്കുലേഷനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാർക്ക് ആർക്കാണ് അതെല്ലാം നോക്കിയിട്ട് അത് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ലീഗൽ നടപടികൾ എടുക്കാൻ പോവാണ്. തൃശൂർ സൈബർ പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വീഡിയോകളും അപവാദ പ്രചാരണങ്ങളും ഒഴിവാക്കാൻ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അധികൃതർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിജീവിതയും ബന്ധുവും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 27 വ്യക്തികൾക്കും പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന ലിങ്കുകൾ റിമൂവ് ചെയ്യണമെന്ന് കാട്ടിയാണ് നോട്ടീസ്. അതേസമയം സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കും അപവാദ പ്രചരണങ്ങൾക്കുമെതിരെ കർശന മുന്നറിയിപ്പ് നൽകുന്നതിന്റെ ഭാഗമായി കേസിനെ അടിസ്ഥാനമാക്കി ശക്തമായ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.